Morning. Good morning, Miss. Good morning, ma'am. Good sir. Good morning, miss. Good morning, ma'am. Good morning. Morning. ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ക്ലാസ് വൈകിയത് കേട്ടോ. ഓക്കെ, ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നോ? ഓക്കെ, ടെക്സ്റ്റ് ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വെച്ച് വന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തോണ്ടിരുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ടീച്ചിങ് ആയിരുന്നു 85 കേട്ടോ, പേജ് നമ്പർ 85. ഓക്കെ, അപ്പോ മെറ്റീരിയൽസ് മാനേജ്മെന്റ് 1 minute. മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ കുറിച്ച് നമ്മള് ഓക്കെയാണ്. മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്? മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ മറ്റു ഫാക്ടർ അല്ലെങ്കിൽ എന്താണ് മറ്റു രീതിയിൽ എങ്ങനെയാ പറഞ്ഞ? മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയുന്ന മറ്റൊരു പേര് സ്റ്റോർ മാനേജ്മെന്റ്. അതുപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് നീക്കി വെക്കുന്നത്? 40%. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് പറഞ്ഞു. സപ്പോർട്ടീവ് ഘടകമായിട്ടും മെറ്റീരിയൽസ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എയിംസ് എന്നാണ് കേട്ടോ. അവിടെ എയിം എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്ന സ്പെല്ലിംഗ് തെറ്റാണ്. എയിംസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എയിം ആണ് ഇവിടെ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് in a hospital is to make sure that there is an ample stock of required item for continuous supply, to keep away from surplus, have appropriate storage, easy retrievability, distribution, the point of usage whenever needed, effective and efficient utilization of resources available. അപ്പൊ എന്താ പറയുന്നത്? എയിംസ് ആണ് അല്ലെ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് എന്താണ്? ആംപിൾ സ്റ്റോക്ക് ഓഫ് റിക്വയർഡ് ഐറ്റംസ് ഫോർ കണ്ടിന്യൂസ് സപ്ലൈ. എന്താണ്? നമുക്ക് ഓരോ കണ്ടിന്യൂസ് ആയിട്ടും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള സ്റ്റോക്ക് അവിടെ അവൈലബിൾ ആയിരിക്കണം അല്ലെ? കണ്ടിന്യൂസ് സ്റ്റോക്ക് അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതാണ് ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. പിന്നെന്താ? ടു കീപ് അവേ ഫ്രം സർപ്ലസസ്. സർപ്ലസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മള് മിച്ചം വരാതെയുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം അല്ലെ? അധികമാവാത്ത രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഹോസ്പിറ്റലിൽ നമുക്കറിയാം പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്താണ്? കുറെ അധികം നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ വാങ്ങിച്ചു വെക്കാൻ പാടില്ല. എന്താണ്? എക്സ്പയറി ആയിട്ടൊക്കെ പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മിച്ചം വരാത്ത രീതിയിൽ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യേണ്ടത് നമ്മൾ ആരുടെ ഉത്തരവാദിത്തമാണ്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. ഇവിടെ പറയുന്നത് എന്താണ്?
മിച്ചം വരാത്ത രീതിയിൽ വേണം മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്, അത് നശിഞ്ഞു പോവാനോ ചീത്തയായി പോവാനോ എക്സ്പയറി ഒക്കെ ആയി പോവാനായിട്ട് സാധ്യതയുണ്ട്. അത്യാവശ്യത്തിന് മാത്രം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ്, ഹാവ് അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്, ഉചിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. ഇപ്പോ പല മെഡിസിൻ, ഫോർ എക്സാമ്പിൾ പറയാം, മെഡിസിൻസ് ആണെങ്കിൽ എന്താണ്, ചിലത് കൂൾ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യേണ്ടതുണ്ടാവും, ചിലത് എന്താണ് റൂം ടെമ്പറേച്ചറിലായിരിക്കാം അല്ലെ. അപ്പൊ തണുപ്പ് എന്താണ് ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ടാവും, അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യേണ്ട, അങ്ങനെ ഡിഫറെന്റ് മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. പിന്നെ എന്താണ്, ഈ റിട്രീവബിലിറ്റി, ഡിസ്ട്രിബ്യൂഷൻ, ദ പോയിന്റ് ഓഫ് യൂസേജ് വെൻ എവർ നീഡഡ്. റിട്രീവബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തിരിച്ചെടുക്കുവാൻ കഴിയാത്ത വിധത്തില്, അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ മെറ്റീരിയൽസ്, നമ്മളിപ്പോ ഫാർമസിയിലൊക്കെ മെറ്റീരിയൽസ് മെഡിസിൻസ് ഒക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പർച്ചേസ് ചെയ്യുമ്പോ ഓരോ ഐറ്റംസും അല്ലെങ്കിൽ ഓരോ മെഡിസിൻസും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്രമപ്പെടുത്തി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ പാരസെറ്റാമോൾ കൊണ്ടുവന്നു, പാരസെറ്റാമോളിന്റെ ടാബ്ലറ്റ്, അപ്പൊ അതെന്ത് ചെയ്തു, ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് വേറെ രീതിയിലായിരുന്നു. അത് നമ്മൾ പർച്ചേസ് ചെയ്തു, അതിന് സ്റ്റോക്ക് തീർന്നപ്പോ പർച്ചേസ് ചെയ്തപ്പോ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. അപ്പൊ എന്താണ്, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അതൊരു കൺഫ്യൂഷൻ വരും, വേറെ മരുന്നൊക്കെ എടുത്തു കൊടുക്കാൻ സാധ്യതയുണ്ട് അല്ലെ. പെട്ടെന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും ധൃതിയിലൊക്കെ ചെയ്യുമ്പോൾ അപ്പൊ എന്താണ്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിരിക്കും അത് അൺസ്റ്റേബിൾ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം എന്താ, നമ്മൾ മരുന്നൊക്കെ മാറി കൊടുക്കുമ്പോ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോ തിരക്കും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ റിസപ്ഷനിൽ ഭയങ്കര തിരക്കാണ്, നമ്മൾ കാണാറുണ്ടല്ലേ, റിസപ്ഷനിൽ തിരക്കാണ്. അതുപോലെ തന്നെ ഫാർമസിയിലൊക്കെ ആളുകൾ ഇങ്ങനെ കുന്നുകൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാം അല്ലെ. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് അവർക്ക് മരുന്നുകളും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുമ്പോ ചിലപ്പോ അങ്ങനെ സംഭവിച്ചെന്ന് വരാം. അതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറിട്രീവബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ ആവാത്ത വിധത്തിൽ. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോരുത്തരുടെയും രീതിയിൽ, ഓരോന്നിന്റെയും രീതിയിൽ അത് ക്രമപ്പെടുത്തി നമ്മൾ ക്രമീകരിച്ച് വെക്കാം. ഓക്കെ. പിന്നെന്താ, ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അവൈലബിൾ. എന്താ പറയുന്നത്, ഫലപ്രദവും അല്ലെ, എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ്, ഫലപ്രദവും കാര്യക്ഷമവുമായിട്ട് റിസോഴ്സസുകളും ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ആംപിൾ സ്റ്റോക്ക്, അവിടെ തുടങ്ങിയൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ആംപിൾ സ്റ്റോക്ക് ഓഫ് റിക്വയർഡ് ഐറ്റം ഫോർ കണ്ടിന്യൂസ് സപ്ലൈ, അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യാനായിട്ടുള്ള സ്റ്റോക്കുകൾ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ എന്താണ്, മിച്ചം വരാത്ത രീതിയിൽ അല്ലെ, സർപ്ലസിന്റെ കാര്യമാണ് നമ്മളവിടെ പറഞ്ഞത്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് മിച്ചം വരാത്ത രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, അത് എന്താണ് എക്സ്പയറി ആയി പോവാൻ, മെഡിസിൻ ഒക്കെ ആണെങ്കിൽ എക്സ്പയറി ആയി പോവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആവശ്യത്തിന് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്യണം. പിന്നെ എന്താണ്, അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ്, കൂൾ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചർ അല്ലെ, കൂൾ സ്റ്റോറേജിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉചിതമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. പിന്നെ എന്താണ്, റിട്രീവബിലിറ്റി അല്ലെ, തിരിച്ചെടുക്കാനാവാത്ത വിധത്തിൽ, അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്രമീകരിച്ച രീതിയിൽ അല്ലെ, ഓരോന്നിന്റെയും ഓരോ സ്ഥാനം ഉണ്ടാവും. മെഡിസിൻസ് ആയാലും ഓരോ മെറ്റീരിയൽസ് വെക്കേണ്ട ഓരോ സ്ഥാനങ്ങൾ ഉണ്ടാവും. ആ പ്ലേസിൽ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് നോക്കാം, അല്ലെങ്കിൽ എന്താണ് അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഓരോ മെഡിസിനും ഓരോ കറക്റ്റ് ആയിട്ട് ക്രമീകരിച്ച രീതിയിൽ നമുക്ക് വീണ്ടും അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ആക്കരുത്. ഓരോന്നിന്റെയും രീതിയിൽ ഓരോന്നും ക്രമീകരിച്ച് വെക്കണം. പിന്നെ എന്താണ്, ഫലപ്രദമായിട്ടും കാര്യക്ഷമമായിട്ടും റിസോഴ്സസുകൾ ഉപയോഗിക്കാൻ പറ്റാനായിട്ട് സാധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എയിംസ് എന്ന് പറയുന്നത്. ഇനി മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് 3 കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയേ. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെ, ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ കൂടുതൽ ഹോസ്പിറ്റലിൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഓരോരുത്തർക്കും എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമായി വരുന്നുണ്ട്,
എന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ പർച്ചേസ് ചെയ്യും ഇല്ലേ? എന്നിട്ട് ഓരോരുത്തർക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താണ് ഓരോരുത്തർക്കും വേണ്ടത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ? അപ്പോ അതിൽ കൂടുതൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ ഉണ്ടാവുക? നഷ്ടം. കാരണം എന്താ? റീസൺസ് പറയാൻ പറ്റുമോ? എന്താ ലോസ് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ റീസൺ? മെഡിസിൻ ഒക്കെ ആണെങ്കിലോ കൂടുതൽ നമ്മൾ അവര് പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പൊ എന്താണ്? അധികം നമുക്ക് എന്താണ് വെക്കാൻ പറ്റില്ല. ഉദ്ദേശിക്കുന്നത് എന്താ? കറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല എന്നാണോ? എക്സ്പയറി ആയി പോകും അല്ലേ? മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ്? എന്താണ് അത് എക്സ്പയറി ആയി പോവാൻ സാധ്യതയുണ്ട് അല്ലെ? മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ എക്സ്പയറി ആയി പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് അങ്ങനെയുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓവറായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആവശ്യത്തിന് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നോക്കണം. അങ്ങനെ നമ്മൾ കറക്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലുകളിൽ ലാഭം ഇൻക്രീസ് ചെയ്യാൻ അല്ലെ? മാക്സിമം ആക്കാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ്? മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് അല്ലേ? നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? നമുക്ക് എന്താണ്? ലോ കോസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി എന്താ? അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ് ഇല്ലേ? നല്ല രീതിയിൽ നമ്മൾ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് പോകുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള ഗോള് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നാമത് പറയുകയാണെങ്കിൽ എന്താണ്? പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസ് ആണ് അവര് അല്ലെ? നല്ല രീതിയിൽ കെയർ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനും അപ്പുറം അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും അവർക്ക് എന്താണ്? നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഹെൽത്ത് കെയർ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് അല്ലെ? നല്ലൊരു ഔട്ട്കം കിട്ടുക എന്നുള്ളത്. അതും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് മേജർ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഓക്കെ, എയിം ഓർ ഒബ്ജക്റ്റീവിൽ വരുന്ന പോയിന്റ്സ് ആണ് തൊട്ട് മുൻപിലായിട്ട് നമ്മൾ പറഞ്ഞത്. മേജർ ഒബ്ജക്റ്റീവ്സിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഉണ്ട്, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് ഉണ്ട്, അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പൊ അത് എന്താ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം കേട്ടോ. ചിലപ്പോ മേജർ ഒബ്ജക്റ്റീവ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റത് എഴുതി വെക്കരുത്, മുൻപത്തെ കാര്യങ്ങൾ എഴുതി വെക്കരുത്. അപ്പൊ അതാണ് പറഞ്ഞത്, കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ഒബ്ജക്റ്റീവ്സ് ആൻഡ് എയിംസും അതുപോലെ തന്നെ മേജർ ഒബ്ജക്റ്റീവ്. കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ 2 കാര്യങ്ങളും? ഇനി നോക്കിയേ, ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഓക്കെ, ഓരോരോ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ എന്താണ് ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാല് മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം അല്ലെ? ആവശ്യമായിട്ടുള്ളത് എന്താണ്? ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് ചിലപ്പോ ചില ഐറ്റംസ്, ചില മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരാം. അവരുടെ
ഐറ്റംസ് പോലെ ആയിരിക്കില്ല ചിലപ്പോ എന്തില് പീഡിയാട്രിക്കില് ആ ഡിപ്പാർട്ട്മെന്റിലെ മെറ്റീരിയൽസ് അല്ലെ. അപ്പൊ ഓരോന്നിനും വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി അതിനെ കുറിച്ചുള്ള പ്ലാനിങ് നടത്താം. അതുപോലെ തന്നെ എന്താ ബഡ്ജറ്റിങ് നമ്മൾ തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. മെറ്റീരിയൽസിനാണ് എന്ത് ചെലവ് കൂടുതൽ അല്ലെ. ഇത്രയും പെർസെന്റേജ് ആണ് നമ്മൾ മാറ്റി വെക്കുന്നത് അല്ലെ. 40% ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ബഡ്ജറ്റിങ്ങും തയ്യാറാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ മെറ്റീരിയൽസ് പ്ലാനിങ് നടത്തണം, അതിന്റെ ബഡ്ജറ്റിങ്ങും നമ്മൾ നോക്കണം. പിന്നെ എന്താ? പിന്നെയാണ് നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളും ബഡ്ജറ്റിംഗ് ഒക്കെ മാറ്റിവെച്ചു, ഇത്ര തുക വെച്ച് മാറ്റിവെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? മെറ്റീരിയൽസ് വാങ്ങിക്കും ഇല്ലേ? പർച്ചേസിങ് നടത്തും അല്ലെ. ഓക്കെ, പർച്ചേസിങ് നടത്തി. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസിങ് അപ്പോ നമുക്ക് ഹോസ്പിറ്റലിൽ നടത്തുമ്പോ ഹോസ്പിറ്റലിലെ സപ്ലൈസ് ഉണ്ടാവും. ഇപ്പൊ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന സപ്ലൈസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ഇനി അത് എന്ത് ചെയ്യും? സ്വീകരിക്കും. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ റിസീവ് ചെയ്യും അല്ലെ. പിന്നെ എന്താ? ഇൻസ്പെക്ഷൻ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാല് അതെന്താന്ന് മനസ്സിലായോ? എന്തായിരിക്കാം? സ്റ്റോക്ക് നോക്കണം. നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പോ എന്താ ബുക്ക് അല്ലെങ്കിൽ റെക്കോർഡ്സ് ഒരു 10 അല്ലെങ്കിൽ പെൻ ഒരു 20 ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ക്വാണ്ടിറ്റിയിലൊക്കെയാണ് നമ്മൾ ഇത് ഓർഡർ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലെ. ഇപ്പൊ പേന നമ്മൾ പറഞ്ഞു 20 പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ എണ്ണി നോക്കണം അല്ലെ. ഇൻസ്പെക്ഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഓരോ മെറ്റീരിയൽസും കൊണ്ടുവരുമ്പോഴും എന്താണ്, അത് ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലെ. ചീത്തയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഓരോന്നും കൃത്യമായിട്ടുണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ ഓരോന്നിനും ഡാമേജുകൾ ഉണ്ടോ അപ്പൊ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണല്ലോ. ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വാങ്ങിക്കാറില്ല. ഇപ്പൊ കടയിൽ നിന്ന് ഒരു സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മള് പച്ചക്കറികളൊക്കെ ആയാലും നമ്മൾ നോക്കിയാ വാങ്ങിക്കാം. ഇപ്പൊ പുഴുക്കേടോ അല്ലെങ്കിൽ അത് എന്താ വാടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കില്ല അല്ലെ. അങ്ങനെ തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യും, അതുപോലെ തന്നെ അത് ഡാമേജ് ഉണ്ടോ, എന്തെങ്കിലും നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇൻസ്പെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടെ ലിസ്റ്റ് പ്രകാരം വ്യത്യസ്തങ്ങളായിരിക്കും അല്ലെ. റേഡിയോളജിക്ക് വ്യത്യസ്ത ഐറ്റംസ് ആയിരിക്കും. അതുപോലെ പീഡിയാട്രിഷന് വ്യത്യസ്തമായിരിക്കും അല്ലെ, നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും വ്യത്യസ്ത ഐറ്റംസ് ആയിരിക്കും അവര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാത് ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. മനസ്സിലായോ? ആദ്യം പ്ലാനിങ് നടത്തി, ബഡ്ജറ്റിങ്, പർച്ചേസിങ്, റിസീവിങ്, ഇൻസ്പെക്ഷൻ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ. അത് കണക്ട് ചെയ്തൊന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് നോക്കാം, ഇൻവെന്ററി കൺട്രോൾ. അറിയാലോ, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. വിവര പട്ടിക അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും എത്ര സ്റ്റോക്കുകളുണ്ട്, എത്ര എണ്ണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതിന്റെ ആ കൺട്രോൾ കറക്റ്റ് ആയിട്ടാണോ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്, ഇൻവെന്ററി കൺട്രോൾ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? കോസ്റ്റ് റിഡക്ഷൻ. എന്ത് ചെയ്യണം? നമ്മൾ കോസ്റ്റ് കുറയ്ക്കണം അല്ലെ. കോസ്റ്റ് കുറച്ച് നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ കോസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ലാഭം കിട്ടുന്നത് അല്ലെ. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് ഓർത്തു നോക്കിയോ. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോ നമുക്ക് എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും? ബൾക്കായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോ നമുക്ക് എന്താണ് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ പിന്നെന്താ? ഓർത്ത് നോക്കിയേ, സാവധാനം ഓർത്തിട്ട് പറഞ്ഞാൽ മതി.
കോസ്റ്റ് കുറച്ച് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങണം. പിന്നെ അതെ, സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് പോയിന്റ് വരുന്നത് അല്ലെ. സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഡിസ്കൗണ്ട് കിട്ടും. പിന്നെന്താ വേറെ എന്തെങ്കിലും കമന്റ് ഉണ്ടോ? ക്വാളിറ്റി നോക്കി പർച്ചേസ് ചെയ്യണം. ഓക്കെ, കറക്റ്റ്. അതൊരു പോയിന്റ് ആണ് അല്ലെ. ക്വാളിറ്റി നോക്കി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ് പറയട്ടെ, വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നിങ്ങക്ക്? ഓക്കെ, നമുക്ക് എന്താണ് നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. അതിനോട് കൂടിയിട്ട് ഇതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് കണക്ട് ചെയ്താൽ മതി. എന്താണ് റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലോ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുമോ? നമുക്ക് പറ്റും ഇല്ലേ? അതുപോലെ തന്നെ കൃഷ്ണേന്ദു പറഞ്ഞല്ലേ, എന്താണ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യണം. അതിന്റെ ഇന്നർ മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെരി ഗുഡ്. എന്താണ്, നമുക്ക് കുറെ നാള് യൂസ് ചെയ്യാൻ പറ്റും ഇല്ലേ? ലോങ് ലാസ്റ്റിംഗ് ആണ് അല്ലെ. ഇപ്പോ നമുക്ക് എന്താ പറയാ, സ്കാനിങ് മെഷീൻ ഒക്കെ അതെന്താണ് നല്ല വിലപിടിപ്പുള്ള ഐറ്റംസ് ആണ് അല്ലെ, മെഷീൻസ് ആണ്. അതുകൊണ്ട് തന്നെ വില പിടിപ്പുള്ള ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറെ നാള് യൂസ് ചെയ്യാൻ പറ്റും ഏ. ക്വാളിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൈസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഓരോന്നിന്റെയും ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇപ്പോ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലോ നമുക്കറിയാം, ഇപ്പോ ആളുകളൊക്കെ ഇപ്പോ എന്താ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് അവരെന്താ പുതിയ കാറൊക്കെ വാങ്ങിക്കാറുണ്ടോ ഓടിച്ചു നോക്കാനായിട്ട്, അല്ലെങ്കിൽ ഓടിച്ചൊന്ന് തറമാവാനായിട്ട്? ഇല്ല, സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ വാങ്ങിക്കുമ്പോ എന്താണ്, എപ്പോഴെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഇല്ലേ? ആർക്കെങ്കിലൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട്? അപ്പൊ ആൾക്കാർ പറയാറുണ്ട്, ഓ പുതിയത് എടുത്താൽ മതി. ഓക്കെ അല്ലെ, പുതിയത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഇത്രയും നമ്മള് ഈ റിപ്പയർ ചെയ്യാനായിട്ട് ചെലവാക്കിയ പൈസ ഉണ്ടായിരുന്നെങ്കിലും പുതിയത് വാങ്ങിക്കാമായിരുന്നു എന്ന് ചിലവര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അതാണ് പറയുന്നത്, നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴെപ്പോഴും റിപ്പയർ ചെയ്യേണ്ട, മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് എന്താണ് അങ്ങനെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാം. പുതിയ ഐറ്റംസ് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതും കൂടി ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇനി എന്താ വാല്യൂ അനാലിസിസ്? വാല്യൂ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂല്യനിർണയം അല്ലെങ്കിൽ മൂല്യവിശകലനം അല്ലെ. അതായത് ഒരു എക്സാമ്പിൾ പറയാം, ഒരു സാധനം, ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടാതെ ചെലവ് കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് ഒരുപാട് സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ഐറ്റം തന്നെ നമുക്കൊരു എന്താ BP ചെക്കിംഗ് മെഷീൻ എടുക്കാം. BP ചെക്കിംഗ് മെഷീൻ തന്നെ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ കളറില് അതിന്റെ ഷേപ്പിലൊക്കെ മാറ്റങ്ങൾ വരുത്തി ആ മെഷീൻ ഒരു 10 വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് കൂടോ? അല്ലെങ്കിൽ എന്താ പ്രോഫിറ്റ് ഉണ്ടാവോ? അല്ലെങ്കിൽ എന്താ നഷ്ടം ഉണ്ടാവോ? നമുക്ക് BP ചെക്കിംഗ് മെഷീൻ ആണ് അതിന്റെ എന്താ പ്രൊസീജിയർ, അല്ലെങ്കിൽ അതിന്റെ എന്തെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് BP ചെക്ക് ചെയ്യാ എന്നുള്ളൊരു ഇത് മാത്രമാണ് കിട്ടുന്നത് അല്ലെ. അതിന് എന്ത് ചെയ്തു നമ്മള്? അതിന്റെ കളറിൽ വ്യത്യാസം നമ്മൾ നോക്കിയിട്ട് ഒരു 5 വാങ്ങിച്ചു. അതിന്റെ ഷേപ്പിലും വ്യത്യാസം നോക്കിയിട്ട് ഒരു 5 വാങ്ങിച്ചു കഴിഞ്ഞാല് അതിനെ കൊണ്ടുള്ള ഒരു ഉപകാരം, യൂസസ് എന്ന് പറഞ്ഞാൽ എന്താ, BP മാത്രം ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഇങ്ങനെ കുറെ എണ്ണം വാങ്ങിച്ചു വെച്ചിട്ട് വലിയ ഉപകാരം ഉണ്ടോ നമുക്ക്? ഉണ്ടോ? ഇല്ല, ഒരെണ്ണം വാങ്ങിച്ചാൽ മതി അല്ലെ. അതാണ് പറഞ്ഞത്, ഒരുപാട് സാധനങ്ങൾ ഒരു സാധനം തന്നെ ഒരുപാട് വാങ്ങിച്ചു കൂട്ടാതെ അതിന്റെ അങ്ങനെ ചെലവ് കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇല്ലേ. അതാണ് അതിന്റെ മൂല്യം നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അതാണ് വാല്യൂ അനാലിസിസ്, മൂല്യവിശകലനം. മനസ്സിലായോ എക്സാമ്പിൾ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഡിസ്പോസൽ. ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
എക്സ്പയറി ആയിട്ടുള്ള അല്ലെ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ എക്സ്പയറി ആയിട്ടുള്ള ഇപ്പോ മെഡിസിൻസ്, സിറിഞ്ച്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ എവിടെ കൊടുക്കാറുണ്ട്? ഇപ്പൊ നിങ്ങൾ തന്നെ ആയാലും ഇപ്പൊ പേപ്പറൊക്കെ വായിച്ചു കഴിഞ്ഞ് കുറെ ആകുമ്പോ നിങ്ങൾ എവിടെ കൊടുക്കാറുണ്ട്? അത് വിൽക്കാറുണ്ട് അല്ലെ? ഇല്ലേ? എവിടെ കൊടുക്കും? കൊണ്ടുപോയിട്ട് കൊടുക്കാറുണ്ടോ നിങ്ങൾ അങ്ങനെ? നമ്മൾ സ്ക്രാപ്പിൽ കൊടുക്കും അല്ലെ? സ്ക്രാപ്പ് അല്ലെ നമ്മൾ കൊടുക്കാറുണ്ട്. സ്ക്രാപ്പിന്റെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് എക്സ്പയറി ആയിട്ടുള്ള ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് എന്താണ് എക്സ്പയറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പയറി മെഡിസിൻസ് ഉണ്ടാവാം, അതുപോലെ വാക്സിൻസ്, അതുപോലെ തന്നെ സിറിഞ്ച്, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളായാലും ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് ഒക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ അപ്പൊ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പയർ ചെയ്ത് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആകുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ക്രാപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കും. അതാണ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. മെറ്റീരിയൽസ് പ്ലാനിങ് ഉണ്ട്, മെറ്റീരിയൽസ് ബഡ്ജറ്റിംഗ്, പർച്ചേസിംഗ്, റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇൻവെന്ററി കൺട്രോൾ, വാല്യൂ റിഡക്ഷൻ, കോസ്റ്റ് റിഡക്ഷൻ, വാല്യൂ അനാലിസിസ്, ഡിസ്പോസൽ. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽ. കുറേ അധികം മെറ്റീരിയൽസ് നമുക്ക് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും ഇല്ലേ? ഓക്കെ, നോക്കിയേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സ് വിച്ച് ഇൻക്ലൂഡ്സ് സർജിക്കൽ പരമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവാം. ഓക്കെ, അതിനെ മെറ്റീരിയൽസ് എന്ന് പറയുന്നുണ്ട്. മെഷീൻസ് വിച്ച് ഇൻക്ലൂഡ്സ് സർജറി പരമായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മെഷീൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് അല്ലെ? പ്രിന്റിംഗിന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പ്രിന്റിംഗ് ഐറ്റംസിന് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പ്രിന്റിംഗ് ഐറ്റംസ് ഏതൊക്കെയാണ്? പ്രിന്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ്, ബില്ലിംഗ്. ഓക്കെ, ബില്ലിങ്ങൾ. ഓക്കെ, കറക്റ്റ് ആണ്. OP ടിക്കറ്റ്. ഓക്കെ, വെരി ഗുഡ്. റിസൾട്ടുകൾ അല്ലെ? ഓരോ ബ്ലഡ് ടെസ്റ്റ്, ഓരോ റിസൾട്ടുകൾ പ്രിന്റ് ചെയ്ത് വരുന്നത്, റിപ്പോർട്ട്സുകൾ. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ വരുന്നത് പ്രിന്റിങ്ങില്. സ്റ്റേഷനറി ഐറ്റംസ് ഏതൊക്കെയായിരിക്കാം? സ്റ്റേഷനറി ഐറ്റംസ് പെൻ ഉണ്ടാവാം, കോട്ടൺ, നീഡിൽ, പേപ്പർ, ബുക്ക്, ഫയല്, റെക്കോർഡ് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റേഷനറിയിൽ വരുന്നത്. ഇനി ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ്, ലിനൻ ആൻഡ് കെമിക്കൽസ് അല്ലെ? നമ്മളെ മറ്റേ ലോഷൻസ് ഉണ്ടാവാം, തുടയ്ക്കുന്നതും അതുപോലെ തന്നെ തുണികള്, ഇതൊക്കെയാണ് ലിനൻ എന്ന് പറഞ്ഞാല് എന്താണ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ക്ലോത്തുകൾ കേട്ടോ, അതിനെയാണ് ലിനൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കെമിക്കൽസ് അറിയാലോ, ലോഷൻസ്, ലിക്വിഡ്സ് ഒക്കെ. ഇനി ഡയറ്ററി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഡയറ്ററി ഫുഡുമായിട്ട്, അപ്പൊ ക്യാൻറ്റീൻ സർവീസുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ? അതൊക്കെ അവിടെയും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആയാലും എന്താണ്, അതിനെയും നമ്മൾ മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്, ക്യാൻറ്റീനിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ് എന്തായിരിക്കാം? ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെറ്റീരിയൽസ്, ജനറേറ്റർ ഉണ്ട്, പിന്നെ സ്വിച്ച്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ബൾബ് പറയാൻ പറ്റില്ലേ, വയറ് അല്ലെ, മെഷീൻ. ഓക്കെ, പിന്നെന്താ ലാബ്, കെമിക്കൽസ് അറിയാലോ, ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ? പിന്നെന്താ ഫാർമസിയിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ്, ഫാർമസി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ വരാം? മെഡിസിൻ അല്ലെ? ഓക്കെ, ഡ്രഗ്, മെഡിസിൻ, നീഡില് അല്ലെ? ഓക്കെ, സിറിഞ്ച്, ഇതൊക്കെ പറയാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ കെമിക്കൽ ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ മെഷീൻസ് പ്രവർത്തിക്കാനായിട്ട് ചില കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആ കെമിക്കൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കിയേ, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്, പൈപ്പ് ആൻഡ് അതർ മെറ്റീരിയൽസ്. ഒരു
ഒരു പുതിയൊരു ബിൽഡിംഗ് ഹോസ്പിറ്റലിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന അവിടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഐറ്റംസ് പൈപ്പ് വരും അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. പുതിയൊരു ബിൽഡിംഗ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ ചില ഹോസ്പിറ്റലൊക്കെ എന്താണ് അവിടെ പുതിയതായിട്ട് ഓരോ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നത് ഇല്ലേ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പയേഴ്സ്, PVC അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരുന്നത്. പിന്നെ എന്താ, കൺസ്യൂമർ ഗുഡ് ഡീസൽ ആൻഡ് പെട്രോൾ ടു സ്റ്റാർട്ട് എ ബോയിലർ ഓർ ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് അറിയാലോ, ഓട്ടോക്ലേവ് എന്താ? അത് തന്നെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ. അപ്പൊ അതിനൊക്കെ യൂസ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് ഡീസലും പെട്രോൾ ഒക്കെയാണ് കേട്ടോ. അത്തരത്തിലുള്ള കാര്യങ്ങളും മെറ്റീരിയൽസിൽ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഏതൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫങ്ഷൻസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ബാക്കി നമുക്ക് നെക്സ്റ്റ് പറയാം. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എന്ത്, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് IMM. ഓർത്ത് വെക്കാട്ടോ, ചോദിക്കാറുണ്ട്. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നാണ് അതിന്റെ എക്സ്പാൻഡ് ഫോം. അതിന്റെ ഷോർട്ട് ഫോം ആണ് IMM. എക്സ്പാൻഡ് IMM എന്നൊക്കെ ചോദിക്കാറുണ്ട്, കൃത്യമായിട്ട് അത് ഓർത്ത് വെക്കാം. IMM is a close coordination of all departments which are related to utilization of materials. Everything merged under a one head. Now, example, purchasing, storing, etc. under materials manager. എന്താണ് IMM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ is a close coordination of all departments which are related with the utilization of materials. എന്താണ്, ഇപ്പൊ മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കോർഡിനേഷൻ എന്ന് പറഞ്ഞാല് ഏകോപനം അല്ലെ. അപ്പൊ ഓരോ മെറ്റീരിയൽസിന്റെയും ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കോർഡിനേഷനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, IMM എന്ന്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, അതുപോലെ തന്നെ ആ ഹെഡിങ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. ഇനി അപ്പൊ IMM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്. എന്താണെന്നാണ് പറഞ്ഞത്, മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കോർഡിനേഷനെയാണ് നമ്മൾ IMM എന്ന് പറയുന്നത്. ഇനി എന്താ, എവ്രിതിങ് മെർജ്ഡ് അണ്ടർ വൺ ഹെഡ്. Now, example, purchasing, storing, etc. under materials manager. എന്താണ്, ഈ മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലായിരിക്കും എല്ലാ കാര്യങ്ങളും ലയിച്ചിരിക്കുന്നത്. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ഓരോരുത്തരും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. എന്താണ്, ഹോസ്പിറ്റലിന് പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. ENT ഉണ്ട്, ഓർത്തോ ഉണ്ട്, പീഡിയാട്രിഷ്യൻ ഉണ്ട്, റേഡിയോളജി ഉണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പൊ ഓരോരുത്തർക്കും വേണ്ട സാധനങ്ങൾ സെപ്പറേറ്റ് ആയിരിക്കും ഇല്ലേ. ഇപ്പൊ പീഡിയാട്രിക്കിൽ ഉപയോഗിക്കുന്ന പീഡിയാട്രിഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്നത് ഓർത്തോയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. മരുന്നും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉപയോഗിക്കുന്ന ഐറ്റംസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു,
ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചോദിച്ച് മനസ്സിലാക്കി ഓരോരുത്തർക്കും എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്, എന്തൊക്കെ ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ട്, ഇനി എന്തൊക്കെ ഐറ്റംസ് തീർന്നു പോയിട്ടുണ്ട്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ലിസ്റ്റ് തയ്യാറാക്കി എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്ത് റിസീവ് ചെയ്ത് ഓരോരുത്തർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റും സെപ്പറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് അവരവർക്ക് വേണ്ട ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് പറയുന്നു. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നു, റിസീവ് ചെയ്ത് ഓരോരുത്തർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതാണ് പറയുന്നത് പർച്ചേസിംഗ്. ആ മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ കാര്യങ്ങളും ലയിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനെയാണ് നമ്മൾ IMM എന്ന് പറയുന്നത്. അതായത് മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ
ഹായ്. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല മിസ് ഇങ്ങനെ പറഞ്ഞാൽ മതി, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കമ്പ്യൂട്ടർ പെട്ടെന്ന് ഓഫായി പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ IMM വരെ നമുക്ക് പറഞ്ഞു നിർത്താം. ഓക്കെ അല്ലേ? ഓക്കെ, ഷെയർ ചെയ്യാനായിട്ട് അത് അവിടെ പറ്റുന്നില്ല. ഓക്കെ, അപ്പോ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയുന്ന അതിന്റെ ഷോർട്ട് ഫോം ആണ് IMM എന്ന് പറഞ്ഞാല്. IMM എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏകോപനം, അതിനെയാണ് നമ്മൾ പറയുന്നത് ഈ IMM അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അതുപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ കീഴിലാണ് എല്ലാ കാര്യങ്ങളും, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും പോയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഐറ്റംസ് എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കി ലിസ്റ്റുകൾ തയ്യാറാക്കി പർച്ചേസ് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അത്രയും വരെ മനസ്സിലായില്ലേ? ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.